ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ. ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റ് ഔട്ട് എൽ ഷേപ്പിലായി നൽകിയിരിക്കുന്നു. അതായത് 462 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ 294 സെൻറ്റിമീറ്ററാണ് ലെങ്തും വരുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഒരു ഫോയർ സ്പേസിലേക്കാണ്. ക്ലയൻറ്റിന് ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂം തന്നെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോയറിൽ നിന്നും കയറിയ വഴിക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു ഗസ്റ്റ് റൂമാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 283 സെൻറ്റിമീറ്റർ വിഡ്ത്തും 300 സെൻറ്റിമീറ്റർ വീതിയുമുള്ളൊരു ബെഡ്റൂം സ്പേസാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ഇതൊരു ഓഫീസ് റൂമായിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു സൈഡിൽ നിന്ന് ഡോറ് നൽകി കഴിഞ്ഞാൽ ഒരു ഓഫീസ് റൂമായിട്ടും കൺവേർട്ട് ചെയ്യാവുന്നതാണ്, ഒരു കൺസൾട്ടേഷൻ റൂം പോലെ. അതുപോലെ തന്നെ ഈ ഒരു ഫോയറിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു 5 സീറ്ററോട് കൂടിയ ലിവിങ് അറേഞ്ച്മെൻറ്റും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാളിലായിട്ട് കൺസീൽഡായിട്ടൊരു TV യൂണിറ്റ് നൽകാവുന്നതാണ്. ഈ ഒരു പോർഷനിൽ നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസും നൽകാവുന്നതാണ്. പുറത്തു നിന്നും അത്യാവശ്യം വെന്റിലേഷൻ ലഭിക്കാവുന്ന 2 പാനൽ വിൻഡോയും നൽകിയിരിക്കുന്നു. ഈ ഒരു ഡൈനിങ്, ഡ്രോയിങ് റൂം, ഈ ഒരു പാർട്ടീഷൻ വാള് നമുക്ക് മൾട്ടിവുഡിലുള്ള വർക്കെല്ലാം നൽകാവുന്നതാണ്. ഈ ഒരു TV യൂണിറ്റ് ഇവിടെ കൊടുക്കുന്നില്ലെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റൊട്ടേറ്റിംഗ് ടൈപ്പ് TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം വലുപ്പമുള്ള 10x11 ഫീറ്റിൻ്റെ ലിവിങ് റൂമും അതുപോലെ തന്നെ ലിവിങ്ങിൽ നിന്നും ഡയറക്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 6 സീറ്ററോട് കൂടിയ ഡൈനിങ് അറേഞ്ച്മെൻറ്റ് ചെയ്യാവുന്ന ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത്. അതായത് ലെങ്ത്തിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ലെങ്ത് വൈസ് 462 സെൻറ്റിമീറ്റർ ടോട്ടൽ വരേണ്ട ഒരു 6 സീറ്ററോട് കൂടിയ ഡൈനിങ് അറേഞ്ച്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ടൊരു വാഷ് ബേസിനും സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീടിൻ്റെ കിച്ചൺ ഓപ്പൺ കിച്ചൺ മോഡലായിട്ടും നൽകാവുന്നതാണ്. ഈ ഒരു പ്ലാനിൽ ക്ലോസ്ഡ് കിച്ചണാണ് നൽകിയിരിക്കുന്നത്. അതായത് ഒരു 2 സീറ്ററോട് കൂടിയ കൗണ്ടർ സ്പേസ് എല്ലാം നൽകി ഓപ്പൺ കിച്ചൺ ടൈപ്പും കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള 10x10 ഫീറ്റിൻ്റെ കിച്ചൺ സ്പേസും അതുപോലെ തന്നെ 10x5 ഫീറ്റിൻ്റെ വർക്ക് ഏരിയ സ്പേസുമാണ് നൽകിയിരിക്കുന്നത്. ഈസ്റ്റ് ഫേസ് ചെയ്ത് ഒരു ഫയർ സ്പേസും നൽകിയിരിക്കുന്നു. ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 റൂമാണ്. ഫ്രണ്ടിൽ വരുന്ന ഗസ്റ്റ് റൂമിനെ പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ റൂം അത്യാവശ്യം വലുപ്പമുള്ള 330 സെൻറ്റിമീറ്റർ വീതിയും അതുപോലെ തന്നെ ലെങ്ത്ത് 432 വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വീതി കുറഞ്ഞ നീളം കൂടിയ ടൈപ്പിലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലുപ്പമുള്ള 10x10 ഫീറ്റിൻ്റെ ബെഡ്റൂം സ്പേസാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു വീടിൻ്റെ 3D എലിവേഷൻ ഡിസൈൻ. ഒരു ഫുള്ളി അറബിക് സ്റ്റൈലിലാണ് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഔട്ടർ ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ക്ലാസിക് ടച്ചിലുള്ള ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, അതായത് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബെഡ്റൂമിൽ നിന്നും പുറത്ത് കിടക്കാവുന്ന തരത്തിൽ ഒരു 1 മീറ്ററോളം വീതിയുള്ള ഒരു ബാൽക്കണി സ്പേസും ലഭിക്കുന്നു. ഈ ഒരു ബാൽക്കണിയിലോട്ട് ഒരു സ്ലൈഡിംഗ് ഡോറ് വിത്ത് കർട്ടൺ അകത്തു നിന്ന് ഫുൾ ഡോറായിട്ട് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പില്ലറും അതുപോലെ തന്നെ ഈ ഒരു ആർച്ച് ഡിസൈനും ഈ ഒരു ബിൽഡിങ്ങിനോട് ജോയിൻ്റ് ആയിട്ടല്ല, സെപ്പറേറ്റ് ആണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ ബാൽക്കണിയുടെ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു CNC കട്ടിംഗ് വർക്കും നൽകിയിട്ടുണ്ട്. ഈ ഒരു വിൻഡോന് അത്യാവശ്യം പ്രൈവസിയോട് കൂടി തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂം വിൻഡോസിന് 2 ഒരു ആർച്ച് ടൈപ്പ്, ഒരു കൊളോണിയൽ ടച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്ലാസിക് ടച്ചിലാണ് ഈ ഒരു വീടിൻ്റെ വിൻഡോസും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം WPC വിൻഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ സ്ട്രെയിറ്റ് ഫോട്ടോ ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സ്ട്രെയിറ്റ് വ്യൂവിൽ കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു വീടിൻ്റെ ഈ ഒരു ആർച്ച് ടൈപ്പ് ഡിസൈന് നമുക്ക് സെപ്പറേറ്റ് ആണ്. ഈ ഒരു 2 പില്ലർ നമ്മൾ സെപ്പറേറ്റ് ആണ് തറയുമെന്ന് ഫിക്സ് ചെയ്തിരിക്കുക. ഇത് സെപ്പറേറ്റ് ഫൂട്ടിംഗ് എല്ലാം ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബെഡ്റൂം ഓൾറെഡി പ്ലാനിൽ കാണിച്ചതിനേക്കാളും എക്സ്റ്റെൻഡ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ നിന്നും പുറത്തോട്ടൊരു 1 മീറ്ററോളം കൊടുത്തിട്ടാണ്, അതായത് 2 ഫീറ്റ് ഷെയ്ഡ് നൽകി അതിൻ്റെ പുറത്തോട്ടൊരു 1 മീറ്ററോളം കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നത്. ഈ ഒരു എക്സ്റ്റീരിയർ, ഈ ഒരു ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത്. വിത്ത് ബ്ലാക്ക് കളർ പെയിൻ്റാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ
സിറ്റ് ഔട്ടിൻ്റെ ടോപ്പിലായിട്ട്, അതായത് ബാൽക്കണിയുടെ ടോപ്പിലായിട്ട് ഒരു പ്രൊഫൈലായിട്ട് വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5. എപ്പോഴും ഒരു വീടിൻ്റെ ബഡ്ജറ്റ് തീരുമാനിക്കുന്നത് ആ ഒരു വീടിൻ്റെ മെറ്റീരിയൽ സെലക്ഷനും അതുപോലെ തന്നെ പ്ലാനും 3D എലിവേഷനും വെച്ചിട്ടാണ്. ഇപ്പം നോർമലി നമ്മൾ ബ്ലോക്ക് വർക്കിൽ എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ വെട്ടുകല്ല് യൂസ് ചെയ്യാറുണ്ട്, ലാറ്ററൈറ്റ് സ്റ്റോൺ. അതുപോലെ തന്നെ നമുക്ക് വെട്ടുകല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിമൻറ്റ് ബ്ലോക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമൻറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ വെട്ടുകല്ലിൻ്റെ അപേക്ഷിച്ചിട്ട് ഒരു 30 രൂപ 40 രൂപ വ്യത്യാസം വരും. ഓക്കെ, ഒരു ബ്ലോക്കുമ്പോൾ ഒരു 30-40 രൂപ വ്യത്യാസം വന്ന ഒരു 1000 സ്ക്വയർ ഫീറ്റുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു 50,000 ഡിഫറൻസ് വരും. അപ്പോൾ മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മളുടെ ബഡ്ജറ്റ്. ഇപ്പോൾ മരത്തിൻ്റെ പോലെ തന്നെ സ്റ്റീലിനും ഒരേ റേറ്റാണ് വരുന്നത്. സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് മരത്തിൻ്റെ യൂസ് ചെയ്യുന്നതായിട്ട് കുറവ് വരുന്നില്ല. ഇപ്പോൾ നമ്മൾ ആഞ്ഞിലി അല്ലെങ്കിൽ കരുവേലകൊക്കെ യൂസ് ചെയ്തിട്ട് മരത്തിൻ്റെ കട്ടില കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ വരുന്ന റേറ്റിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ സ്റ്റീലിൻ്റെ വിൻഡോസ് കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ മരം തന്നെ സെലക്ട് ചെയ്യായിരിക്കും, അത്യാവശ്യം ട്രീറ്റ് ചെയ്ത മരം സെലക്ട് ചെയ്യായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഡോറ്, മെയിൻ ഡോറ് കാര്യങ്ങളല്ലെങ്കിൽ നമ്മൾ ബെഡ്റൂം ഡോറൊക്കെ എപ്പോഴും വർക്ക് ഫിനിഷ് ആവുന്ന നേരം, അതായത് പ്ലാസ്റ്റർ വർക്കിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനൽ നൽകിയിട്ടുണ്ട്. നമ്മൾ കട്ടില ബോൾട്ട് ചെയ്ത് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ വരുന്നതിൽ നിന്ന് കുറവും കിട്ടും. ഇപ്പോൾ മെയിൻ ഡോറ് കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു മെയിൻ ഡോറ് ഇപ്പോൾ ഈ ഒരു 3D എലിവേഷൻ നൽകിയിരിക്കുന്ന മെയിൻ ഡോറ് ചെയ്യാൻ നമുക്ക് തേക്കിൽ തന്നെ നോർമലി 6 ഇഞ്ചിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 30,000-40,000 രൂപയാണ് റേഞ്ച് വരുള്ളൂ. കട്ടിലിയും ഡോറും അടക്കം അത്രയാണ് റേഞ്ച് വരുള്ളൂ. അത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചെതൽ കാര്യങ്ങൾ ഒരു മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ 2D പ്ലാനും 3D എലിവേഷനും ഒക്കെ ചെയ്യുന്നത്, അതായത് 2D പ്ലാനിൽ ഇപ്പോൾ നോർമലി ഒരു റൂം എടുത്തു കഴിഞ്ഞാൽ ഒരു 10x10 റൂമാണെങ്കിൽ 10 ഫീറ്റ് ബൈ 10 ഫീറ്റ് അത്യാവശ്യം 100 സ്ക്വയർ ഫീറ്റാണ് വരിക ഒരു റൂം. ആ ഒരു 100 സ്ക്വയർ ഫീറ്റ് നമ്മൾ വാളിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ 3 മീറ്റർ പ്ലസ് 3 മീറ്റർ 6 മീറ്ററാണ് ടോട്ടൽ വരിക. അതേ ഏരിയയാണ് വരുന്നത് നമ്മളൊരു 50 ഫീറ്റ് നീളും 2 ഫീറ്റ് വീതിയുള്ള ഒരു റൂം എടുക്കുമ്പോൾ ഏരിയ സെയിം ആണ് 100 ഫീറ്റ്. പക്ഷേ നീളം വൈസ് നോക്കുമ്പോൾ 50 ഫീറ്റ് നീളം പ്ലസ് 2 ഫീറ്റ് നീളം എടുക്കുമ്പോൾ 52 ഫീറ്റ്. മറ്റതിൽ നമ്മൾ 20 ഫീറ്റ് ഉള്ളത് ഇത് 52 ഫീറ്റ് വാളായി. അങ്ങനെയാണ് നമ്മൾ വാളിൻ്റെ ലെങ്ത് കൂടിയും വെച്ചിട്ടാണ് നമ്മളൊരു വീടിൻ്റെ എസ്റ്റിമേറ്റഡ്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ ഒരു പ്ലാനിന് ഈ പറഞ്ഞ പോലെ ഒരു 15 ലക്ഷം രൂപയാണെങ്കിൽ നമ്മളുടെ വാളിൻ്റെ ലെങ്ത് അകത്തത്തെ നോക്കിയിട്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേറൊരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ചിലപ്പോൾ അതിനും കുറവാണ് വരാറുള്ളൂ. അതിന് കാരണം ഇതാണ്.